ചെന്നൈയിൽ അവിടെ മോന്ത ചുഴലിക്കാറ്റ് കരതൊട്ട് വ്യാപക നാശനഷ്ടമെന്ന വാർത്തയാണ്. ആന്ധ്രയിൽ ശക്തമായ മഴ തുടരുകയാണ്. ചുഴലിക്കാറ്റിന്റെ തീവ്രത കുറയുകയാണ്. വിവരങ്ങൾ എന്തൊക്കെയാണ് റഹീസ്? ഗുഡ് മോർണിംഗ്. മോർണിംഗ് ക്രിസ്റ്റീന, വെരി ഗുഡ് മോർണിംഗ് എന്ന് പറയാം. കാരണം മോന്ത ചുഴലിക്കാറ്റ് അത് നമ്മൾ പ്രതീക്ഷിച്ച അല്ലെങ്കിൽ ഭയന്ന അത്രയുമുള്ള ഒരു നാശനഷ്ടം ആന്ധ്രയിലും ഒപ്പം തന്നെ ഒഡീഷയിലും നിലവിൽ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും ആദ്യമായി പുറത്തു വരുന്നത്. അതായത് ഇന്നലെ രാത്രി ഏതാണ്ട് ഒരു 8:30 കൂടിയിട്ടൊക്കെയാണ് ഈ ചുഴലിക്കാറ്റ് തീരത്തേക്ക് ഏതാണ്ട് കടന്നത്. അപ്പോൾ അതിന് പിന്നാലെ ഉള്ള കുറേ സമയം, ഇപ്പോൾ ഏതാണ്ട് ഒരു 10 മണിക്കൂർ കടക്കുന്നു. ഇത് അതിനിർണായകമായിട്ടുള്ള സമയമായിരുന്നു. ഈ സമയത്തുടനീളം ചുഴലിക്കാറ്റ് വലിയ തോതിൽ ഒരു നാശനഷ്ടം ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ള വിവരങ്ങളാണ്, പ്രത്യേകിച്ച് ആളുകളുടെ ജീവന അപായം ഉണ്ടാക്കിയിട്ടില്ല എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. നിലവിൽ ഒരു മരണമാണ് സ്ഥിരീകരിച്ചു പറയാൻ കഴിയുന്നത്. 4-5 മരണങ്ങൾ എന്നൊക്കെ പല ഇടങ്ങളിലും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പക്ഷേ സ്ഥിരീകരിച്ചു പറയാൻ കഴിയുന്നത് ഒരു മരണം എന്നുള്ളതാണ്. അങ്ങനെ കൊനസീമ ജില്ലയിലുള്ളൊരു സ്ത്രീ മരം വീണ് മരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അങ്ങനെ ഒരു മരണമാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. അതിനപ്പുറത്തേക്ക് ആന്ധ്രയിലൊക്കെ പ്രഖ്യാപിച്ചിരുന്ന റെഡ് അലേർട്ട് പിൻവലിച്ചിട്ടുണ്ട്. അത് ഓറഞ്ച് അലേർട്ടാക്കി മാറ്റിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ കാറ്റിൻ്റെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. ആ ചുഴലിക്കാറ്റിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് വളരെയധികം കുറയുകയും അത് ഒരു അത്ര ശക്തിയല്ലാത്ത കാറ്റ് എന്ന രീതിയിൽ മാറിയിരിക്കുന്നു. വൈകിട്ടോടുകൂടി ഇത് ന്യൂനമർദ്ദമായി മാറും എന്നുള്ള വിവരമാണ് നിലവിൽ പുറത്തു വരുന്നത്. അപ്പോൾ അങ്ങനെ ആന്ധ്രയിൽ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല, ഒപ്പം തന്നെ ഒഡീഷയിലും ഉണ്ടാക്കിയിട്ടില്ല. ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് സത്യത്തിൽ പലയിടങ്ങളിലും മരം റോഡിലേക്ക് കടപുഴകി വീണ് ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് രാവിലെ വരെ അവിടെ ഗതാഗത നിയന്ത്രണമുണ്ട്. അപ്പോൾ അതിന് ഉള്ളിൽ തന്നെ ഈ മരങ്ങളൊക്കെ നീക്കം ചെയ്യാൻ കഴിയുമെന്നാണ് സർക്കാർ അറിയിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ പലയിടത്തും മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. ഈ ഇടിച്ചിൽ ഏതെങ്കിലും തരത്തിലുള്ള ആളപായം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ള വിവരം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. അത് ആശങ്കയുയർത്തുന്ന ഒന്ന് തന്നെയാണ്. പിന്നീട് പ്രധാനമായിട്ടും ഈ വ്യാപക കൃഷിനാശമാണ് ആന്ധ്രയിൽ ഉണ്ടായിരിക്കുന്നത്. 1.5 ലക്ഷത്തോളം ഹെക്ടർ ഭൂമി, കൃഷിഭൂമിക്ക് വെള്ളം കയറിയിട്ടുണ്ട്. അത് വെള്ളം കയറി നഷ്ടപ്പെട്ടിട്ടുണ്ട്, നാശമായിട്ടുണ്ട്. അതാണ് പ്രധാനമായിട്ടുണ്ടായ ഒരു നാശനഷ്ടം എന്ന് പറയാൻ. ഇന്നും സത്യത്തിൽ ഈ റെയിൽ വ്യോമഗതാഗതത്തെ അത് കാര്യമായി തന്നെ ബാധിക്കും. ഈ ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്ത വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. പക്ഷേ ട്രെയിനുകൾ ഇന്നും 50-ലധികം ട്രെയിനുകൾ ക്യാൻസൽ ചെയ്തതായി പലയിടങ്ങളിലും റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ ട്രെയിൻ ഗതാഗതത്തെ അത് സാരമായി ബാധിക്കും. പക്ഷേ ഇന്നലെ ബാധിച്ച അത്ര ഇന്ന് ബാധിക്കില്ല എന്നുള്ളതും ആശ്വാസകരമാണ്. അതിനപ്പുറത്തേക്ക് വെസ്റ്റ് ബംഗാളിലും ഹൈദരാബാദിലുമൊക്കെ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അവിടെയുമൊക്കെ മഴ കടുക്കും എന്ന് പറയുന്നുണ്ട്. ഇന്നലെ വെസ്റ്റ് ബംഗാളിൽ ശക്തമായ കാറ്റിൽ ഒരു മണ്ഡപം ഇടിഞ്ഞു വീണ് 5 പേർക്ക് സാരമായി പരിക്കേറ്റിരുന്നു. ഈ തെലങ്കാനയിലും വിവിധയിടങ്ങളിൽ മഴയുണ്ട്. എന്നാൽ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 3-4 ദിവസം നിലനിന്ന മഴ ഇന്നുണ്ടാകില്ല എന്നാണ് പറയുന്നത്. ചെന്നൈയും തിരുവള്ളൂരും പോലുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിതീവ്രമായിട്ടുള്ള മഴയോ തീവ്രമഴയോ ഒന്നും ഉണ്ടാകില്ല. എന്തായാലും ആ നിലയ്ക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നിലവിൽ ആശ്വാസകരമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പാതിരാത്രി ഉണ്ടായ ചുഴലിയാണ്. അതിൻ്റെ വ്യാപ്തി കുറച്ചുകൂടി കഴിയുമ്പോഴാണ് ശരിക്കും മനസ്സിലാകുക. ക്രിസ്റ്റീന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.